ഗുരുവായൂർ ഏകാദശി മഹോത്സവ ദിനങ്ങളിൽ കർണാടക സംഗീത കീർത്തനങ്ങളാൽ മുഖരിതമായ ഗുരുഭവനപുരി. ഭഗവാനും ഭക്തനും സകല ജരാചരങ്ങളും സംഗീത സാന്ദ്രമാകുന്ന ലോകം. അതാണു ചെമ്പൈ. ശ്രീ ഗുരുവായൂരപ്പന് ഒരു സംഗീതാർച്ചന നടത്താൻ ഏതൊരു സംഗീതോപാസകനും ആഗ്രഹിക്കുന്ന സംഗീത കലാനിധിയായ ചെമ്പൈ ഭാഗവതരുടെ ഈ വേദി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചെമ്പൈ. തൻ്റെ സ്വരവും താളവും ശബ്ദവും മനസ്സും സർവസ്വവും ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ടാണ് വൈദ്യനാഥ ഭാഗവതർ മഹാവൈദ്യനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ സംഗീതോപാസകനായത്. തൻ്റെ ജീവിതത്തിലെ സംഗീത പാരമ്പര്യത്തിലൂന്നിയ 62 വർഷങ്ങൾ വാതാദി രോഗങ്ങൾ നീക്കിയ ശ്രീ ഗുരുവായൂരപ്പനെ സംഗീതം കൊണ്ട് ഉപാസന ചെയ്ത് ജീവിതം ഭഗവാനിൽ അർപ്പിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ ഒപ്പം നിർത്തി എന്നു വേണം കരുതാൻ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ലീലകളിൽ ഒന്നാണ് ഭക്തനെ ഗുരുവായൂരപ്പൻ്റെ ഒപ്പം നിർത്തുക എന്നത്. ശ്രീമദ് നാരായണീയം കൊണ്ട് മേൽപുത്തൂരിനെയും ജീവിത ദർശനമായ ജ്ഞാനപ്പാന കൊണ്ട് പൂന്താനത്തിനെയും മാതൃവാത്സല്യം കൊണ്ട് കുറൂരമ്മയെയും ഭഗവത്ദാസനായ ഗജശ്രേഷ്ഠൻ ഗുരുവായൂർ കേശവനെയും പോലെ എന്നും ഗുരുവായൂരപ്പൻ്റെ കൂടെ ചെമ്പൈ ഭാഗവതരും. ഗുരുവായൂരപ്പൻ്റെ ചെമ്പൈ. സ്വന്തം ജീവിതാനുഭവങ്ങളെ കൊണ്ട് ഗുരുവായൂരപ്പ ഭക്തനായി സംഗീതോപാസകനായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി മഹോത്സവത്തിന് സംഗീത സമർപ്പണം കൊണ്ട് 62 വർഷം ഉപാസന ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടഭാജനമായി സംഗീത കലാനിധിയായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. 1973 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. കർണാടക സംഗീതത്തിലെ മുടിചൂടാമന്നനായ ചെമ്പൈ ഭാഗവതരുടെ പേരിൽ ഇന്നും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നടന്നുവരുന്ന സംഗീതോത്സവത്തിൻ്റെ പ്രശസ്തിയും വർഷം കൂടുന്തോറും കൂടുകയാണ്. ശ്രീ ഗുരുവായൂരപ്പനോട് കരുണ ചെയ്യുവാൻ എന്തേ താമസം എന്ന കീർത്തനത്തോടെ ഭാഗവതർ 1974 ഒക്ടോബർ 16 ശ്രീ ഗുരുവായൂരപ്പ പാദങ്ങളിൽ ലയിച്ചു. ആ ഭക്തശ്രേഷ്ഠൻ്റെ പേരിൽ ഗുരുവായൂരപ്പൻ ഒരു സംഗീതോത്സവം ഏർപ്പാട് ചെയ്തു എന്നു വേണം കരുതാൻ. ചെമ്പൈ ഭാഗവതർ 3 ദിവസങ്ങളായി സംഗീത സേവ നടത്തിയിരുന്നെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ അത് 3 നിന്ന് 5ആയും 10ആയും 12ആയും 1995 മുതൽ 15 ദിവസങ്ങളിലായും തലേ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങായും ഏർപ്പാട് ചെയ്തു. ഈ വർഷത്തെ ചെമ്പൈ സംഗീതോത്സവത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. ഇനി 15 നാളുകൾ കണ്ണൻ്റെ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. ചെമ്പൈ നാദമാധുര്യത്തിൻ്റെ ഇനത്തിൽ ഗുരുവായൂരപ്പനും ഭക്തരും. ചെമ്പൈ സംഗീതോത്സവത്തിനോടനുബന്ധിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ പ്രതിഭ സംഗീത കലാനിധി പത്മശ്രീ കുമാരി എ കന്യാകുമാരിക്ക് സമ്മാനിച്ചു. ഏകാദശിക്ക് തലേ ദിവസം ചെമ്പൈ ഭാഗവതർ തുടങ്ങിവെച്ച പഞ്ചരത്ന കീർത്തനാലാപനം 1 വർഷം പോലും മുടങ്ങാതെ ഭാഗവതരുടെ ശിഷ്യന്മാരും മറ്റു സംഗീതജ്ഞരും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു മഹാക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങ് പോലെ ഗുരുവായൂർ ദിവ്യസന്നിധിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം ഇന്ന് 3000-ലധികം സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ഒരു മഹോത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനം ഹരേ ഗുരുവായൂരപ്പ.